തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. 2 പത്രോസ് 1 അധ്യായം 11 വാക്യം. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരിക്കലും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ആത്മീയതയുടെ 8 പടവുകൾ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ചൂണ്ടിക്കാണിച്ച ശേഷമാണ് അവയെ പാലിച്ചാൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം ലഭിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ 8 പടികളിലൂടെ കൃത്യമായി സഞ്ചരിക്കാത്തവർ, ആത്മീയതയെക്കുറിച്ച് പരിജ്ഞാനമില്ലാത്തവരും ദീർഘവീക്ഷണമില്ലാത്തവരും പാപങ്ങളുടെ ശുദ്ധീകരണം പ്രാപിക്കാത്തവരും ആത്മീയ അന്ധന്മാരുമാണ് എന്ന് അദ്ദേഹം 9-10 വാക്യങ്ങളിലും സൂചിപ്പിച്ചിരിക്കുന്നു. വലിയ നോയമ്പിലേക്ക് സഭ പ്രവേശിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ ആത്മീയതയ്ക്ക് ഒരു പുതിയ ദിശാബോധം ലഭിക്കുവാനും ഉൾക്കാഴ്ച നേടുവാനും ഈ 8 പടവുകൾ പരിചയപ്പെടുന്നതിലൂടെ സാധിക്കും എന്ന ബോധ്യത്തോടെ ആ പടവുകളിലേക്ക് നേരിട്ട് നമുക്ക് കടക്കാം. നിങ്ങളുടെ വിശ്വാസത്തോടെ വീര്യവും, വീര്യത്തോടെ പരിജ്ഞാനവും, പരിജ്ഞാനത്തോടെ ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോടെ സ്ഥിരതയും, സ്ഥിരതയോടെ ഭക്തിയും, ഭക്തിയോടെ സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവീൻ. ഇതാണ് ആ 8 പടവുകൾ. വിശുദ്ധ പത്രോസിന്റെ ലേഖനം, 2-ാമത്തെ ലേഖനം, 1 അധ്യായം 5 മുതൽ 8 വരെ വാക്യങ്ങൾ. ഇവിടെ ഓരോന്നും അടുത്തതിനോട് ചേർത്ത് വെച്ച് പറഞ്ഞിരിക്കുന്നതിനാൽ ഒന്നും മാറ്റിവെക്കുകയോ സ്ഥാനം തെറ്റി ഘടിപ്പിക്കുകയോ ചെയ്യരുത് എന്നാണ് സൂചന. വിശ്വാസമാണ് ഇവിടെ 1-ാമത്തെ പടി. വിശ്വസ്തതയുടെ പ്രവൃത്തിയിലൂടെയാണ് വിശ്വാസം തെളിയിക്കപ്പെടുന്നത്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാകുന്നു എന്ന് യാക്കോബ് ശ്ലീഹ 2-ാം അധ്യായം 17 നാം വായിക്കുന്നുണ്ടല്ലോ. ബാങ്കിൽ പണം നിക്ഷേപിക്കാൻ കൊടുത്തപ്പെടുന്ന പിയൂൺ അത് വിശ്വസ്തമായി ചെയ്ത് മടങ്ങി വരുമ്പോൾ അവനോടുള്ള വിശ്വാസം വർദ്ധിക്കുന്നത് പോലെ ഓരോ ദിവസവും നമ്മുടെ പ്രവൃത്തിയിലൂടെ നാം വിശ്വസ്തരാണെന്ന് ബോധ്യപ്പെടുമ്പോഴാണ് നമ്മെ വിശ്വാസിയായി ദൈവം പരിഗണിക്കുന്നത്. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ സ്വർഗത്തിൽ കടക്കുന്നത് എന്ന് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 14-ാം വാക്യം. പ്രാർത്ഥനയും പള്ളി ആരാധനയും ചില ഉപവാസവും ചില ആത്മീയ പ്രവർത്തനങ്ങളും ഒക്കെ കൊണ്ട് മാത്രം വിശ്വാസിയായിരിക്കാൻ കഴിയും എന്നുള്ള നമ്മുടെ തെറ്റായ ധാരണ മാറ്റി കുറിക്കണം എന്നാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നതായ ആ സൂചന. 2-ാമത്തെ പടി വീര്യമാണ്. ഈ വാക്കിന്റെ ഗ്രീക്ക് മൂലപദത്തിന് നൽകിയിരിക്കുന്ന അർത്ഥം ഫെർട്ടൈൽ ലാൻഡ് എന്നും ബി എക്സലന്റ് ഇൻ യുവർ എഫിഷ്യൻസീസ് എന്നുമാണ്. വളക്കൂറുള്ള മണ്ണ് എന്നും കഴിവുകളിൽ മികവുള്ളവരാകണം എന്നുമാണ് ഈ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആത്മീയ രംഗത്ത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും കഴിവുകളെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഊർജ്ജസ്വലതയാണ് ഇവിടെ നമ്മിൽ നിന്ന് ദൈവം തമ്പുരാൻ പ്രതീക്ഷിക്കുന്നത്. ദൈവവചനത്തെ 100 മേനിയായി വിളയിക്കുന്ന വളക്കൂറുള്ള മണ്ണായി നമ്മുടെ ഹൃദയം എപ്പോഴും ചൂപ്പിട്ടുകൊണ്ടേയിരിക്കണം. അതാണ് 2-ാമത്തെ പടി. 3-ാമത്തെ പടി പരിജ്ഞാനമാണ്. പരിജ്ഞാനം ഭൗതിക തലത്തിൽ അറിവും, മാനസിക തലത്തിൽ തിരിച്ചറിവും, ആത്മീയ തലത്തിൽ ജ്ഞാനം അഥവാ അറിഞ്ഞ വിഷയങ്ങളോടുള്ള ഏകീഭാവവുമാണ്. എല്ലാ വിഷയങ്ങളിലും ജ്ഞാനത്തിന്റെ തലത്തിലേക്കുള്ളൊരു വളർച്ചയാണ് ആത്മീയതയുടെ 3-ാമത്തെ പടവ്. 4-ാമത്തെ പടവ് ഇന്ദ്രിയ ജയമാണ്. ചപലനായ കുരങ്ങിനെ പോലെ എപ്പോഴും ചാടി നടക്കുന്ന ഇന്ദ്രിയങ്ങൾ മനസ്സിനെ നിയന്ത്രിക്കുമ്പോൾ ജീവിതം ലക്ഷ്യമില്ലാതെ ചപലമായി മാറുകയാണ്. എന്നാൽ ആത്മാവിന്റെ നിയന്ത്രണത്തിൽ മനസ്സും, മനസ്സിന്റെ നിയന്ത്രണത്തിൽ ഇന്ദ്രിയങ്ങളും കൃത്യമായി പ്രവർത്തിച്ചാൽ ഇന്ദ്രിയങ്ങളെ കടിഞ്ഞാണിട്ട് ചിന്തകളെ നിയന്ത്രിച്ച് ലക്ഷ്യബോധത്തോടെ യാത്ര ചെയ്യാൻ നമുക്ക് കഴിയും. അതാണ് ഇന്ദ്രിയ ജയം. 5-ാമത്തെ പടി സ്ഥിരതയാണ്. പല ഇംഗ്ലീഷ് പരിഭാഷകളിൽ പല വിവർത്തനമാണ് ഈ വാക്കിന് നൽകിയിരിക്കുന്നത്. നല്ല മലയാളം സഹനം എന്നതാണ്. കന്യാമറിയാമിന്റെ സഹനവും കുരിശിലെ സഹനവും ഒക്കെ നമുക്ക് സുപരിചിതമാണല്ലോ. എ കറേജിയസ് അക്സെപ്റ്റൻസ് ഓഫ് എവറിഥിങ് ഇൻ ദ ലൈഫ് എന്നതാണ് ശരിയായ ഈ വാക്കിന്റെ അർത്ഥം. ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന എന്തിനേയും ധൈര്യത്തോടെ സ്വീകരിക്കുവാനുള്ള ശക്തിയാണ് സഹനം. 6-ാമത്തെ പടി ഭക്തിയാണ്. വിശുദ്ധ ജീവിതം എന്നാണ് ഈ വാക്കിന് ശരിയായ പരിഭാഷ. ആരാധനാ ജീവിതം, കൂദാശകളുള്ള പങ്കാളിത്തം, കൃത്യമായ വേദവചന ധ്യാനം എല്ലാം ഭക്തി ജീവിതത്തിന്റെ ഭാഗമാണ്. ആദ്യമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്ന മനോഭാവം നാം വളർത്തിയെടുക്കണം. അതോടുകൂടി സകലതും ജീവിതത്തോട് ചേർന്നുകൊള്ളും. 7-ാമത്തെ പടി സഹോദര പ്രീതിയാണ്.
സാമൂഹ്യ ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുക, സാമൂഹ്യ സൗഹൃദത്തിലൂടെ കൂട്ടായ്മയുടെ മഹത്വം ആസ്വദിക്കുക, എല്ലാ മനുഷ്യരെയും സഹോദരരായി കാണുക, ആഗോള സാഹോദര്യത്തിന്റെ വക്താക്കളായി മാറുക. ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം സുഹൃത്തുക്കളെ സമ്പാദിക്കുകയാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാവുക. വേദനിക്കുന്നവർക്കും പ്രയാസം അനുഭവിക്കുന്നവർക്കും കരുതലിന്റെ ഒരു കരം വിരിച്ച് അവരെ ചേർത്ത് പിടിക്കുവാൻ സാധിക്കുക. ഇതെല്ലാം ആത്മീയതയുടെ 7ാമത്തെ പടിയാണ്. 8ാമത്തെ പടി സ്നേഹമാണ്. ദൈവത്തോട് നമ്മെ കണക്ട് ചെയ്യുന്നത് സ്നേഹത്തിലൂടെയാണ്. ബാക്കിയെല്ലാം വയർ വലിച്ചു കൊണ്ടുപോകുന്നത് പോലെ മാത്രം. അടുപ്പിക്കുന്ന ഘടകം സ്നേഹമാണ്. സ്നേഹമില്ല എങ്കിൽ ഏതുമില്ല എന്നാണല്ലോ പൗലോസ് ശ്ലീഹ പറഞ്ഞിരിക്കുന്നത്. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിന്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നിത്യം ഒരു തവണയെങ്കിലും വായിച്ച് സ്നേഹം എന്താണെന്ന് തിരിച്ചറിയുന്നു എങ്കിൽ മാത്രമേ നമുക്ക് സ്നേഹമുണ്ടെന്ന് പറയുവാൻ പോലും അർഹതയുള്ളൂ എന്ന് നാം അറിഞ്ഞിരിക്കണം. ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുവാൻ കഴിയുന്ന ദൈവസ്നേഹത്തിന്റെ വലിയ ഉയരത്തിലെത്തുമ്പോഴാണ് നാം ദൈവത്തോട് ബന്ധിക്കപ്പെടുന്നത്. ആ ബന്ധം ഉറച്ചെങ്കിൽ മാത്രമേ വൈദ്യുതി പ്രവാഹത്തിലെ സർക്കുലേഷൻ പൂർത്തിയാകുന്നതുപോലെ ആത്മീയ ജീവിതം പ്രവർത്തനക്ഷമം ആവുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. പത്രോസ് ശ്ലീഹ എത്ര കൃത്യമായിട്ട് കണക്ക് കൂട്ടിയാണ് ഈ പടികളെ പറ്റി പറഞ്ഞിരിക്കുന്നത്. കാരണം ഏറ്റവും ഒടുവിലായിട്ടാണ് സ്നേഹത്തെ അദ്ദേഹം ചേർത്ത് വെച്ചിരിക്കുന്നത്. എല്ലാ പടികളും പരസ്പരം ബന്ധിതമായാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഒന്ന് മാറിയാൽ എല്ലാം തകർന്നു പോകും പോലെ. ആകയാൽ ഈ വലിയ നോയമ്പിന്റെ അവസരത്തിൽ ആത്മീയതയുടെ കൃത്യമായ പടവുകളിലൂടെ യാത്ര ചെയ്ത് ദൈവവുമായി ചേർന്ന് നമുക്ക് സഞ്ചരിക്കാം. ആത്മീയതയ്ക്ക് ഒരു പുതിയ മാനം നമുക്ക് ലഭിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.